ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷാൻസ് വേൾഡ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ഓട്ടപ്പാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനിപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയൊക്കെ വെറൈറ്റി വേറെ വല്ല പേരും പറയുമെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയും അതുപോലെ ഒരു ഗ്ലാസ് നമ്മുടെ പുഴുങ്ങലരിയില്ലേ, ചോറ് വെക്കുന്ന അരി, ആ അരിയും കൂടെയാണ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഉള്ളതാണിത്. രാത്രി വെള്ളത്തിലിട്ട് വെച്ചാണ് ഞാനിത്. ഇനി രാവിലെ ആണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ഹാഫ് പോർഷൻ അതിൽ നിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു ടോട്ടൽ ഞാൻ ഒരു 6 ടീസ്പൂൺ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടിലും കുറച്ചായിട്ട് ചേർത്തിട്ടാണ് അരക്കുന്നത്. പിന്നെ ഇതിലോട്ട് എടുക്കുന്നത് ടോട്ടൽ ഒരു എഗ്ഗ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒരൊറ്റ എഗ്ഗും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് ഈ അരക്കുന്നതിൽ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇനി ബാലൻസ് ഉള്ള അരി കൂടെ ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു 3 ടീസ്പൂൺ തേങ്ങ അതിലും ചേർത്തിട്ടുണ്ട്. ഇതിലൊരു 3 ടീസ്പൂൺ, അങ്ങനെ മൊത്തം 6 ടീസ്പൂണാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ മൊത്തം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ അരച്ചെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം അരച്ച് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഓട്ടപ്പം എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ മണ്ണിൻ്റെ ഒരു ചട്ടിയിൽ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊരു ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഈ ഒരു 2 തവി ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊരു മീഡിയത്തിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഹോൾസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് അത് സിമ്മിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതങ്ങ് ഇപ്പോൾ ഇത് തുറന്നപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഓട്ടപ്പയുടെ ശരിയായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. ഇനി നമ്മൾ സാധാരണ പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ, പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മുടെ പച്ചരിയും അതുപോലെ പുഴുങ്ങലരിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.